നിങ്ങൾ രണ്ടുപേരും പ്രേമിക്കുന്നുണ്ടാവും. എന്നാൽ വിതുരയുടെ വീട്ടിൽ നിന്നും ആ കുട്ടിയെ രക്ഷിച്ചുകൊണ്ട് വരിക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അവളുടെ വിവാഹം കഴിഞ്ഞു എന്ന് നീ തന്നെ പറയുന്നു. എന്താ സാർ ഇത്? അച്ഛൻ്റെ അമ്മയുടെ ശവത്തിന് മുമ്പിൽ വെച്ച് നടന്ന് എങ്ങനെയാ സാർ വിവാഹം വന്നത്? അത് നമുക്കല്ലേ അറിയൂ. പക്ഷെ അവർ വെളിയിൽ പറഞ്ഞ കഥകളൊക്കെ വേറെയാണ്. ആ പട്ടതിരിയെ കൊന്നത് മറ്റാരോ ആണെന്നും ഇപ്പോൾ ആ ഫാമിലി നോക്കി നടത്തുന്നത് ഇവരാണെന്നും ഒക്കെയാണ് പറയുന്നത്. അവരാണ് കുറ്റവാളികളെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു വിറ്റ്നസ്സും ഇല്ല, യാതൊരു പ്രൂഫും ഇല്ല. അതുകൊണ്ടാ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയാത്തത്. ഇപ്പോ ഞാൻ ആ കുട്ടിയെ വിളിച്ചോണ്ട് വന്നിരിക്കട്ടെ, അവന്റെ മരുമോളെ പിടിച്ചോണ്ട് പോയി എന്ന് പറഞ്ഞ് എന്റെ പേര് കേസ് കൊടുക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ കാര്യത്തിൽ തൽക്കാലം എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. താങ്ക് യു സാർ. ഇറ്റ്സ് ഓക്കെ. ഏയ്, മുരുകേശനെ അടിച്ചത് നീയാണോ? കൈകൊട്, കൈകൊട്. നീയാ അവനെയല്ല, ഏതവനെ കൈ കിട്ടിയാലും അടിച്ചു നൂത്തേര്. ആ കാര്യത്തിൽ നിനക്ക് ഞാൻ എന്ത് ഹെൽപ്പും ചെയ്യാം. താങ്ക് യു സാർ. ഓ, തുടങ്ങിക്കോ. കുറച്ചെങ്കിലും കഴിക്കും. വേണ്ട. മുടിയെ പിടിച്ച് ഇഴുത്ത് നിലത്ത് അടിച്ചാലുണ്ടല്ലോ അവളെ നീ ചോര തുപ്പുവ. സീക്കിരം സാപ്പിട്. ഉനക്ക് വേണ്ടിയല്ല, ഉന്നോட കാസിന് വേണ്ടിയാ. മര്യാദക്ക് சொன்னதை കേട്ട് മുരുകേശന്റെ ഒപ്പം ജീവിക്കാൻ നോക്ക്. ഒരു 6 മാസத்துக்கு அப்புறம் கஷ்டம் തോന്നിയാ சாவு. இல்லனா நானே உன்னை கொன்னுடுறேன். புரிஞ்சுதா? ஏய், சொல்லி குடுறே. എത്ര പേരെ കവലം നോക്കടാ, എല്ലാം ക്രിമിനൽസാ. വൈശാലി ഇവിടെ തന്നെ ഉണ്ട്. എങ്ങനെയെങ്കിലും വൈശാലി എനിക്കൊന്ന് കാണണം. അതൊന്നും നടക്കില്ല. വൈശാലി അവിടെ തന്നെയാണ് ഉള്ളത്. ഞാൻ അങ്ങോട്ട് ചെല്ലാം. അവരെ കുറിച്ച് നിനക്കൊന്നും അറിഞ്ഞിട്ടാ? എന്നെ കുറിച്ച് അവർക്ക് അറിയില്ല. പവർ കെട്ടിയടാ. അയ്യോ, വേണ്ട 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 ബാലു. ഇപ്പൊ നിങ്ങൾ പവർ കെട്ടിയതാ. ഞാൻ പോയി വൈശാലിയെ കാണാം. ഒത്താൻ അവളെ കൊണ്ടുവരികയും ചെയ്യാം. ഇത് രണ്ടും പറ്റില്ലെങ്കിൽ ഒരുത്തനെ കൊന്നിട്ടെങ്കിലും വരാം. പവർ കെട്ടി. എന്നടാ ஏண்டா இந்த நேரத்துல கரண்ட் போச்சு? ஏய், மெழுதிரி கத்திச்சு வாங்கடா. அண்ணே, நம்ம மினிஸ்டருக்கு ஃபோன் பண்ணி அந்த எலக்ட்ரிக் டிபார்ட்மெண்ட்டுக்கு வார்னிங் கொடுக்கணும்னே. கொடுக்கலாம். ஏய், எங்கடா மெழுதிரி? ஏய், நில்றாங்க. யாரா அது? கொடை அங்க வச்சுட்டு மெழுதி எடுத்துட்டா போ. பார்த்தாயா, இந்த வீட்டுல எத்தனை பேர் இருக்கு, ஒருத்தனுக்குமே காமன் சென்ஸே இல்லடா. மெழுதிரி கத்திச்சு கொண்டு வரதுக்கு இவ்வளவு நேரமா? ஆழா போற கரண்ட் ஒரே இருட்டா இருக்கு. ஆமா. ஏய், அத்தைங்க கொடுப்பாரு. அந்த பொண்ணு ரூம்ல வை. சரியான வேண்டாம். ഇതാര്? വൈശാലി, വാ നമുക്ക് പോവാം. என்னடிங்க ஓடி போக பாக்குறியா? ஒரு தவணை போயப்போ நாங்க எத்தனை கஷ்டப்பட்டோம் தெரியுமா உனக்கு? நடக்கடி. எங்கடி போக பாக்குற? என்ன பத்தி உனக்கு தெரியாது. ബാലു, പവർ ഓൺ ചെയ്. എടാ വേണ്ട, അത് അപകടമാ. പറയുന്നത് കേക്ക്. പവർ ഓൺ ചെയ്യാൻ. வாடி வா. ஒன்னு ஆண்டவா, கரண்ட் வந்தாச்சு. ஏய், போடி அங்க. എന്നാച്ച്? இவளு நம்மட எல்லாம் கண்ணு வெட்டிச்சு இருட்டுல எங்கேயிருந்து ஓடி போக பாத்துட்டு இருந்தா. ஏய், எங்க நீ ஓடி போனாலும் என் முருகேசனோட பொண்ணு நீ.
അവൻ കിട്ട തിമിര് നടക്കാது അവൻ വന്നാ നിന്റെ കയ്യിൽ ഇനി power കാല് off ചെയ്യ്. തല്ലി ഉടച്ച് ഓഫ് ചെയ്യണം. അടച്ചി പിന്നെയും പോയാച്ച് എവണ്ടാ ഇങ്ങനെ കറണ്ട് തരുന്നു എടുക്കുന്നു ഏയ് ആ കറണ്ട് കാരന് ഫോൺ അടിയിടാ ഇനി ഒരു തവണ കൂടി കറണ്ട് വന്നു പോയി അവന്റെ പവർ സ്റ്റേഷൻ മൊത്തം പക്കത്തിച്ചിട് അമ്മാ അയ്യോ யாரடா എന്നെ തല്ലിയത് ഏയ് പാരുകടാ അയ്യോ എന്റെ തല ഉടച്ചിട്ടാനേ ഡേയ് ഓടാ யாருன்னு சொல்லுங்கடா ஐயோ கடவுளே என்னடா നോക്കി നിൽക്കുന്നത് யாருன்னு தெரியலையே ഈ ജ്യൂസ് അടിച്ചിട്ട് കുടിക്കണം സന്യാസിയായതിനു ശേഷമുള്ള മൊത്തം അനുഭവം പറഞ്ഞു കൊണ്ടുപോടാവേ സ്വാമി ആയതിനു ശേഷം എന്റെ സർവ്വതും പോയത് പ്രസന്റ് പ്രോബ്ലം എന്റെ ഭാര്യ അടനിയ നിങ്ങൾ എല്ലാവരും ടി വി ചാനലുകാരല്ലേ ഇതാ എന്റെ ഭാര്യയുടെ ഫോട്ടോ ഈ ഫോട്ടോ ടി വിയിൽ കാണിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്ക് ശിവാനി ശിവാനിയാണ് സ്വാമിയുടെ ഭാര്യ. എന്റെ ഭാര്യ നിനക്കൊക്കെ എങ്ങനെ അറിയാം അവര് ഞങ്ങളുടെ നല്ല ഫ്രണ്ട് അല്ലേ? ഫ്രണ്ടാ? ഫ്രണ്ട് എന്ന് പറഞ്ഞാ അങ്ങനെയുള്ള ഫ്രണ്ട് അല്ല, ഞങ്ങള് മണാലിയിൽ ഒരു ആശ്രമത്തിൽ വെച്ച് അവരെ പരിചയപ്പെട്ടു. എന്റെ ഭാര്യ മണാലിയിലുണ്ടെന്നോ? അതെന്നെ സ്വാമി പോയതിനു ശേഷം അവര് വേറൊരാളെ കല്യാണം കഴിച്ചു. അയാള് പട്ടുസാരി വാങ്ങിച്ചു കൊടുത്തില്ലെന്ന് പറഞ്ഞ് അവിടുന്ന് ഒളിച്ചോടി പോയി സന്യാസിനി ആയതല്ലേ? മണാലിയിൽ വെച്ച് ഇത് എന്നോട് പറയാഞ്ഞത് എന്താടാ? അവിടെ വെച്ചാ പറഞ്ഞിരുന്നെങ്കിൽ എപ്പോഴേ ഒന്നായനല്ലോ. നിങ്ങളോട് എല്ലാവരോടും എനിക്ക് വളരെ നന്ദിയുണ്ടാ. ദൈവം ഇത് എന്റെ ഭാര്യ നിങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടെത്താ, അല്ലെങ്കിൽ അവളുടെ അഡ്രസ് ഞാൻ തന്നെ പോയിക്കോളാം. നല്ല ഗ്യാപ്പായി പോയടാ. സ്വാമി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നിങ്ങളെ തമ്മിൽ ചേർക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. ഉറപ്പാണല്ലോ? ഷുവർ? சரியாக்கட்டு ஏய் எணிரடி எழுந்திரடி நல்லோட அலங்கரிக்கடா வர இன்னைக்கு ஹாஸ்பிடல்ல இருந்து வர என் மக முருகேசன் அவனுக்கு இவளுக்கு இன்னைக்கு ஃபர்ஸ்ட் நைட் எதுக்கடி கண்ணீர் ஒழுக்குன உனக்கு ஃபர்ஸ்ட் நைட் வேண்டாம் என் முருகேசனை வேண்டாம் இந்த மோந்தைக்கு என் மோனை கிட்டியது பாக்கியடி இந்த நாடிനും നാട്ടിലുള്ള എല്ലാവർക്കും അവ ഹീറോവാടി 6 feet ஏய் இங்க வாடி இவளை கொண்டு போ ஏய் இவளை சீக்கிரம் ரெடியாக்கு നോക്ക് ദേ അവളെ பார்த்து പഠിച്ചോ இந்த மாதிரி കുറെ അഴുത് നിലവിളിച്ചതാ ഇപ്പൊ നോക്കേ 1-2 ദിവസം முடிஞ்சா எல்லாரும் சேர்ந்து പൊയ്ക്കോളൂ டேய் முருகேசா സിത്തപ്പ എന്നാ சீக்கிரமா பாப்பா உனக்கு இன்னைக்கு முதல் ராத்திரி. ഇന്നേക്ക് മുതൽ രാത്രിയാ? മുതൽ രാത്രി എന്ന് പറഞ്ഞാൽ എന്താണ് സാർ? ഫസ്റ്റ് നൈറ്റ് എടാ. ആഹാ, ഇത് എന്തൊരു ജാതക! ചത്ത് ജീവിച്ചിട്ട് നേരെ മധുവിന് പോകുന്നു. ആഹാ, ஞாபகம் வருதே ஞாபகம் வருதே என் முதல் ராத்திரி നിനച്ചെനക്കൊരു ஞாபகம் வருதே. ഇവിടെ ഇവിടെ ബാലു, ഇന്ന് രാത്രി മുരുകേശന് ഫസ്റ്റ് നൈറ്റ് ആണെന്ന്. ബാലു, അവര് കണ്ടെന്നാ തോന്നേ. രവി, നിങ്ങൾ വേഗം പൊയ്ക്കോ. ശരി, ഇത് ഞാൻ നോക്കിക്കോളാം. ചെല്ലു.
എണീറ്റ് വീട്ടിൽ പോടാ. പോടാ. പോ. ഹലോ എന്താടാ എന്താ മറ്റവന്റെ ഫോൺ കൊടുക്ക്, അടുത്തുള്ളവന്റെ ഫോൺ കൊടുക്ക്. അടുത്തുള്ളവന്റെ ഫോൺ കൊടുക്കടാ. ആരാണ്? അയ്യോ, കള്ള നായ്ക്കള്. അവന്മാരെ ഞാൻ ടോർച്ചർ ചെയ്യുന്ന എങ്ങനെയാന്ന് കാണിച്ചു കൊടുക്കാം. ഹലോ ഹലോ, വണക്കം അപ്പാ. യാറപ്പാ നീ? നിന്റെ അപ്പൻ ഞാനാപ്പാ, ബാലഗോപാൽ. ബാലഗോപാല? മറന്നുപോയടാ. മറന്നുപോയെങ്കിലേ നീ നിന്റെ മുരുകേശനോടൊന്ന് ചോദിക്ക്. ദാ, നിനക്കൊന്ന് റിവെഞ്ച് ചെയ്യാൻ അറിയില്ലടാ. പകരം വീട്ടുന്ന കാര്യം മറന്നുപോയടാ. എന്നോട് മുട്ടാൻ പേടിയാതുകൊണ്ടാണോടാ. നാട്ടിലേക്ക് വാ, നാട്ടിലേക്ക് വാ, വാ വാന്ന് കൊറേ നീ വിളിച്ചില്ലേ? ഞാൻ നിന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടാ. ഇന്നത്തെ രാത്രി നിങ്ങളുടെയൊക്കെ കാളരാത്രിയാടാ. ഇങ്ങ വാടാ, ഇവിടേക്ക് വാടാ. വന്നാ നീ എന്ത് ചെയ്യും പറയടാ. ആ ബാലഗോവിന്ദ് ഇവിടെ ഉണ്ട്, വേഗം പോയി പിടിച്ചോണ്ട് വാ.